സല്യൂട്ട് ഭാരത്. സല്യൂട്ട് ഭാരതിൽ നമ്മോടൊപ്പമുള്ളത് മുതിർന്ന മാധ്യമപ്രവർത്തകൻ ശ്രീ ടി.കെ. രാജഗോപാലാണ്. സാർ നമസ്കാരം. സാർ നമസ്കാരം. നമസ്കാരം സാറേ, ഈ തമിഴ്നാട് രാഷ്ട്രീയത്തിൽ 35 കോടിയുടെ ഒരു കോഴ വിവാദം കഴിഞ്ഞ ദിവസം അവിടെ നമ്മളിങ്ങനെ കേട്ടായിരുന്നു. വിജയുടെ ഗവൺമെൻറ് വെട്രിക്കഴകത്തിനെ താഴെ ഇറക്കാനായി, തമിഴ് വെട്രിക്കഴകത്തിനെ താഴെ ഇറക്കാനായിട്ട് കോഴ വാഗ്ദാനം ചെയ്തിരിക്കുവാണ്. സാർ, ആ കഥ 35 കോടിയുടെ കഥ നിൽക്കവേ വേറെയും ചില ഡെവലപ്മെൻറ്റ്സ് തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ഉണ്ടായതായി നമുക്ക് അറിയാൻ കഴിയുന്നുണ്ട്. ഒരു സിനിമ തിരക്കഥയെ വെല്ലുന്ന രീതിയിലാണ് 35 കോടിയുടെ കഥ കേട്ടത്. അതിനേക്കാൾ വെല്ലുന്ന രീതിയിൽ മറ്റു പല സംഭവങ്ങളും ഇപ്പം നടക്കുന്നതായി അറിയുന്നു. സാർ, എന്താണ് സാർ ഏറ്റവും പുതിയ അപ്ഡേറ്റ്സ് തമിഴ്നാട് രാഷ്ട്രീയത്തിലെ? മുമ്പേ പറഞ്ഞത് ശരിയാണ്. സിനിമാ കഥയാണോ തിരക്കഥയാണോ അതോ സിനിമാ കഥകളെയും വെല്ലുന്ന സംഭവങ്ങളാണോ തമിഴ്നാട്ടിൽ നടക്കുന്നതെന്നാണ് ഇപ്പൊ നമ്മൾ സംശയിക്കുന്നത്. അയ്യപ്പദാസ് ആദ്യം സൂചിപ്പിച്ചതുപോലെ ഒരു TVK MLA-ക്ക്, അതായത് തമിഴ് വെട്രി കഴകം, ഇപ്പോഴത്തെ അവിടുത്തെ ഭരണകക്ഷിയായ വിജയുടെ പാർട്ടിയുടെ MLA-ക്ക് കഴിഞ്ഞ ദിവസമാണ് 35 കോടി രൂപ വിലയിട്ടു എന്നാണ് ആരോപണം. അത് അവരുടെ ഒരു MLA-യോട് തന്നെയാണ് ഓഫർ വന്നതെന്നാണ്. ഇളയരാജ എന്ന് പറയുന്ന അവരുടെ MLA-ക്ക് വന്ന ഓഫറാണ്. അത് DMK-യുടെ ആരോ ആണ് ചെന്ന് പറഞ്ഞെന്നാണ് പറയുന്നത്. DMK-യുടെ ആരോ ഇടനിലക്കാരൻ ചെന്ന് പറഞ്ഞു. അത് സെന്തിൽ ബാലാജി എന്ന് പറയുന്ന പഴയ MLA മന്ത്രിയും ED-യുടെ കേസിലൊക്കെ പെട്ടിരിക്കുന്ന ഒരാളുണ്ടായിരുന്നു. സെന്തിൽ ബാലാജി വലിയ പ്രമുഖനാണ്. DMK-യിലായിരുന്നു, പിന്നെ DMK-യിലേക്ക് വന്ന് അങ്ങനെ മാറി മാറി ദ്രാവിഡ രാഷ്ട്രീയം കളിക്കുന്ന ആളാണ്. വലിയ സമ്പന്നനാണ്, മന്ത്രിയാണ്. അദ്ദേഹമാണ് ഇതിന് ചുക്കാൻ പിടിച്ചതെന്നാണ് പറയുന്നത്. ചുക്കാൻ പിടിച്ചിട്ട് അങ്ങനെ ഒരു ഓഫർ വന്നു. അപ്പൊ ഒരു MLA-ക്ക് ഇട്ട വില 35 കോടി രൂപയാണ്. അപ്പൊ ഇളയരാജയോട് പറഞ്ഞത്, നിങ്ങൾക്ക് 35 കോടി രൂപ തരാം, 35 കോടി രൂപ തന്നു കഴിഞ്ഞാൽ നിങ്ങൾ DMK-യിലേക്ക് കാറിന് മാറണം. അപ്പൊ ഒരാൾക്ക് ഒറ്റയ്ക്ക് കാറിൽ മാറാൻ ഒക്കത്തില്ലല്ലോ. അപ്പൊ ഒരു കാര്യം ചെയ്യണം, മിനിമം കുറച്ച് MLA-മാരെ നിങ്ങൾ സംഘടിപ്പിച്ചിട്ട് നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങൾ നിർദ്ദേശിക്കുന്ന ആളിനോ നേതാവാക്കിക്കൊണ്ട് എത്ര പേരെ വേണമെങ്കിലും സംഘടിപ്പിച്ചോ, 10 പേരെയോ 20 പേരെയോ 30 പേരെയോ എത്ര പേരെ കൊണ്ടുവന്നു കഴിഞ്ഞാലും ഞങ്ങൾ ഈ തുക 35 കോടി വീതം ഓരോരുത്തർക്ക് തന്നേക്കാം. കൂടുതൽ വല്ലതും വേണമെങ്കിൽ അതും തന്നേക്കാം. പിന്നെ അത് കൂടാതെ കമ്മീഷനും തന്നേക്കാമെന്നാണ് പറഞ്ഞത്. ഇതിന്റെ കൂടുതൽ MLA-മാരെ പിടിച്ചു തരുന്ന ആളിനെ കമ്മീഷനും കൊടുത്തേക്കാം. തമിഴ്നാട്ടിലെ വരുന്ന രാഷ്ട്രീയത്തിന്റെ വിലയെന്ന് നോക്കിയാൽ ഈ പ്രദേശം, അതായത് ഇപ്പൊ അവിടുത്തെ 350 കോടിയോ 700 കോടിയോ 1500 കോടി രൂപയോ മുടക്കുന്നതിനൊന്നും അവർക്കൊരു ക്ഷാമവുമില്ല. അവർക്ക് അത്തരം കാര്യങ്ങൾ ലോഭവുമില്ല. കാരണം അതേപോലെ അതിസമ്പന്നരാണ് ദ്രാവിഡ മുന്നേറ്റ DMK-യുടെ നേതാക്കന്മാരെന്ന് പറയുന്നത്. പഴയ കാല മന്ത്രിമാരും ഓരോ രാജ്യത്തെ അവിടുത്തെ ഓരോ അസംബ്ലി മണ്ഡലങ്ങളാണ്. ഒരു അസംബ്ലി മണ്ഡലമല്ല, അതിന്റെ ചുറ്റുവട്ടത്തുള്ള ഒരു 4-5 മണ്ഡലങ്ങളിലെ വലിയ കിരീടം വെക്കാത്ത രാജാക്കന്മാരാണ് ഇവരെല്ലാം. ഇവർക്കെല്ലാം ഇഷ്ടംപോലെ സ്ഥാപനങ്ങളും ഉണ്ട് കേട്ടോ. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്, പിന്നെ ആയുർവേദ ആശുപത്രികളുണ്ട്, മെഡിക്കൽ കോളേജുകളുണ്ട്. അവിടുത്തെ ഒരു പ്രദേശത്തെ ഒരു വലിയ അധിപന്മാരാണ്. പഴയ നമ്മുടെ നാട്ടുരാജ്യത്തെ ചക്രവർത്തിമാരെന്ന് പറഞ്ഞതുപോലെയുള്ള ആളുകളാണ്. അപ്പൊ സ്റ്റാലിനെ DMK-യൊക്കെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് എല്ലാ മണ്ഡലങ്ങളും ഒന്നും നോക്കേണ്ടി വരത്തില്ല. ഒരു 5-6 മണ്ഡലങ്ങൾ വീതം ചേർത്തിട്ട് ഇങ്ങനെ കുറച്ച് ആളുകൾക്ക് അങ്ങ് ചുമതല കൊടുത്താൽ മതി. അങ്ങനെയുള്ള ഒരു ഉഗ്രപ്രതാപിയാണ് ഈ പറയുന്ന സെന്തിൽ ബാലാജിയാണ് ഇതിന്റെ പുറകിൽ നിന്നെന്നാണ് പറയുന്നത്. അദ്ദേഹമാണ് അദ്ദേഹത്തോട് പറഞ്ഞത് ബാലാജി സാറിന്റെ എന്നുള്ളൊരു പരാമർശം ഒക്കെ അതിനകത്ത് വാർത്തയ്ക്കകത്തിലൊക്കെ വരുന്നുണ്ട്. സത്യമാണെന്ന് അറിഞ്ഞുകൂടാ. എന്തായാലും അത്തരം ഓഫർ ഒരു MLA-ക്ക് വന്നു എന്നുള്ളതായിരുന്നു കഴിഞ്ഞ ദിവസത്തെ വാർത്ത. ഇപ്പൊ ഇന്ന് നേരം പുലർന്നപ്പോ കേൾക്കുന്ന വാർത്ത മറ്റൊന്നാണ്. നേരം പുലർന്നപ്പോ നമ്മൾ കേൾക്കുന്നത് തമിഴ്നാട്ടിലെ കാർഷിക കടങ്ങൾ മുഴുവൻ വിജയ് എഴുതി തള്ളി എന്നുള്ളതാണ്. പണ്ട് കേന്ദ്ര സർക്കാരിന് മാത്രം കഴിവുള്ള ചില കാര്യങ്ങളായിരുന്നില്ലേ. ഒരു സംസ്ഥാനം എടുത്തിരിക്കുന്ന അവിടുത്തെ കർഷകര് ചെറിയ പലിശയ്ക്കാണ് അതൊക്കെ എടുത്തിരിക്കുന്നതെങ്കിലും അവരുടെ കാർഷിക കടങ്ങൾ മുഴുവൻ എഴുതി തള്ളിയിരിക്കുന്നു ഒരു സംസ്ഥാന സർക്കാർ. അപ്പൊ അതിന്റെ സാമ്പത്തിക ശക്തി ഒന്ന് ആലോചിച്ച് നോക്കി. അപ്പൊ വിജയ് തെരഞ്ഞെടുപ്പ് സമയത്ത് പറയുന്നുണ്ടായിരുന്നു തമിഴ്നാടിന് അസാധാരണമായ സാമ്പത്തിക ശക്തിയുണ്ട്, പക്ഷെ ഇതെല്ലാം പലരും കൊള്ളയടിച്ചുകൊണ്ട് പോവുകയാണെന്നാണ് പറയുന്നത്. അതെല്ലാം ഞാൻ ജനങ്ങൾക്ക് കൊടുക്കുമെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. അതിന്റെ ഒരു പ്രഖ്യാപനമാണ്. അതിന്റെ തൊട്ടുപിറകെയാണ് രാവിലെ ഒരു 10 മണിയോടെ വരുന്ന വാർത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കരൂര് ദുരന്തം. അതായത് അറിയാമായിരിക്കും. വിജയ് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായിട്ട് നാമക്കലിൽ നിന്ന് കരൂരിലേക്ക് വരുന്ന വഴി അദ്ദേഹത്തിന്റെ പുറകിൽ ഒരുപാട് ആളുകൾ, എന്ന് വെച്ചാൽ ഒരുപാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയിരക്കണക്കിന് ആളുകൾ മോട്ടോർ സൈക്കിളിലും കാറിലും ഒക്കെ വിജയ് അനുഗമിച്ചു. കാരണം മുഖ്യമന്ത്രി ആയിട്ടില്ല, തെരഞ്ഞെടുപ്പിന്റെ മറ്റു കാര്യങ്ങളുടെ ചുമതലകളുടെ ഇതിലേക്കൊന്നും കടന്നിട്ടില്ല സമയത്ത്.
പക്ഷേ ആളുകളെ കാണുന്നതിനായിട്ട് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന കാര്യങ്ങൾ പറയുന്നതിനും ഒക്കെ ആയിട്ട് വിജയ് ആളുകളെ കാണാൻ വേണ്ടി, ഫാൻസിനെ കാണാൻ വേണ്ടി കൂടിയിരിക്കുകയാണ്. അവിടെ ആ സമയത്താണ് കരൂരിൽ വലിയ ദുരന്തം ഉണ്ടാകുന്നത്. അദ്ദേഹത്തെ കാണാൻ കൂടിയ ആളുകൾ, അന്നത്തെ ഒരു കണക്ക് പ്രകാരം പോലീസിന്റെ കഷ്ടിച്ച് 5000 പേരോളം നിൽക്കാവുന്ന ഒരു സ്ഥലത്തേക്ക് 50,000 1,00,000 പേരോ തിങ്ങിക്കൂടി. കാരണം പറഞ്ഞില്ല, വിജയ് അവരെ സംബന്ധിച്ചിടത്തോളം വലിയ ഈ പുതിയ തലമുറയിലെ ഇപ്പോഴത്തെ തമിഴ്നാട്ടിലെ ഏറ്റവും തമിഴ്നാട്ടിലെ മാത്രമല്ല സൗത്ത് ഇന്ത്യയിലെ വലിയ സ്റ്റാർ ആണ് അദ്ദേഹം. അപ്പൊ അങ്ങനെ തിക്കിക്കൂടി ഇദ്ദേഹത്തെ കാണാനുള്ള തിക്കും തിരക്കിലും അദ്ദേഹം ഒരു വാനിന്റെ മുകളിലൊക്കെ കയറി നിന്നാണ് സംസാരിച്ചത്. എന്നിട്ട് വെള്ളക്കുപ്പിയൊക്കെ എറിഞ്ഞു കൊടുക്കുന്നൊക്കെയുള്ള ചിത്രങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. എന്തായാലും ആ തിക്കിലും തിരക്കിലും പെട്ട് 41 പേരാണ് മരിച്ചത്. സ്ത്രീകളടക്കം 41 പേരാണ് മരിച്ചത്. അത് വലിയ പേരുദോഷമായി. അതിന്റെ പേര് കേസായി. ഡൽഹി CBI സുപ്രീം കോടതിയുടെ തീരുമാനപ്രകാരം കേസ് എടുത്തിട്ടുണ്ട്. അപ്പൊ വിജയന്റെ പേര് 2-3 തവണയായിട്ട് CBI അദ്ദേഹത്തെ ചോദ്യം ചെയ്തിട്ടുമുണ്ട്. പക്ഷേ ആ ദുരന്തത്തില് അന്ന് അദ്ദേഹം കുറച്ചു ദിവസം കഴിഞ്ഞിട്ടാണ് രംഗത്ത് വരുന്നത്, പ്രചരണത്തിനൊക്കെ വരുന്നത്. ഇനി ആൾക്കൂട്ടത്തെ നിയന്ത്രിക്കണമെന്ന് പറയുന്നു. അവർക്ക് ആ ദുരന്തത്തിൽപ്പെട്ട ആളുകൾക്ക് 41 വീട്ടുകളിലെ ആളുകൾക്ക് അവരുടെ ഒരു ആശ്രിതർക്ക് ഒരു ജോലി പ്രഖ്യാപിച്ചു കളഞ്ഞു. അവർക്ക് 41 കുടുംബങ്ങളിലെ ആളുകൾക്ക്, അദ്ദേഹത്തെ അന്ന് കാണാൻ വന്ന 41 കുടുംബങ്ങളിലെ ഒരാൾക്ക് വീതം ജോലി കൊടുക്കുന്നു. വലിയൊരു തീരുമാനമാണ് ഉണ്ടായിരിക്കുന്നത്. പറഞ്ഞാല് വലിയേറെ സ്വാധീനിക്കപ്പെടാവുന്ന ഒരുപാട് ക്ഷേമ പ്രവർത്തനങ്ങളും കാര്യങ്ങളും അദ്ദേഹത്തിന് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിനിടയിൽ ഒരുപാട് സ്കീം വേറെയും വന്നിട്ടുണ്ട് കേട്ടോ. വേറെ നമ്മൾ വന്നിട്ടുണ്ട്. സ്കൂൾ കുട്ടികളുടെ നമ്മൾ പറഞ്ഞില്ല, അവർക്കുള്ള സൗജന്യ മെനു, ജയിലിലെ മെനു എടുത്തിട്ട് നേരെ എങ്ങോട്ടിട്ട് കൊടുത്തിരിക്കുകയാണ് സ്കൂൾ കുട്ടികൾക്ക്. മുട്ടയും പാലും അങ്ങനെയൊക്കെയുള്ള ഇറച്ചിയും അതൊക്കെ കുട്ടികൾ കഴിച്ചാൽ മതി. ജയിൽ പുള്ളികൾ പഴയ പോലെ ഉണ്ട തിന്നട്ടെ എന്നുള്ളതാണ്. നല്ല നിലപാടാണെന്നാണ്, വലിയ സ്വാഗതം, കയ്യടി കിട്ടിയ ഒരു നിലപാടാണത്. സ്കൂൾ കുട്ടികളുടെ ഉച്ചഭക്ഷണത്തിന്റെ മെനുവിൽ വ്യത്യാസം വരുത്തി. അതേപോലെ ഒരു രൂപയ്ക്ക് രാവിലെ പ്രഭാത ഭക്ഷണം, 5 രൂപയ്ക്ക് ഉച്ചഭക്ഷണം, അത്തരത്തിലുള്ള ഒരുപാട് ജനകീയ പദ്ധതികളാണ്. ഇപ്പൊ ഇതെല്ലാം കഴിഞ്ഞ ശേഷം ഇപ്പൊ നമ്മൾ കേൾക്കുന്നത്, ഇപ്പൊ ഉച്ചയ്ക്ക് ഒരു 11 മണിക്ക് വന്ന വാർത്ത എന്ന് പറയുന്നത് ഒരു വലിയ തിരിച്ചടി DMK ഉണ്ടായിരിക്കുന്നതാണ്. അവരുടെ പ്രധാനപ്പെട്ട MLA പ്രത്യേകിച്ച് തിരുച്ചെന്തൂർ അസംബ്ലി മണ്ഡലത്തെ പ്രതിനിധീകരിച്ചെന്ന MLA ആണ് അദ്ദേഹം. അതായത് അനിത ആർ രാധാകൃഷ്ണൻ ആണാണ് കേട്ടോ. അനിത ആർ രാധാകൃഷ്ണൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. തിരുച്ചെന്തൂർ അസംബ്ലി മണ്ഡലം വലിയ മുരുകക്ഷേത്രം നിൽക്കുന്ന സ്ഥലമാണത്. അവിടെ ഒരുപാട് കേസ് നിലനിൽക്കുന്നുണ്ട്. DMKയുടെ സർക്കാർ അത്തരം കാര്യങ്ങളില് റവന്യൂ അധികാരികളുടെ ഗൗരവം കാണിച്ചില്ലെന്നാണ് പറയുന്നത്. അവിടെ വഖഫ് ഭൂമിയാണെന്ന് പറയുന്ന അവിടുത്തെ ഒരു 4-5 പഞ്ചായത്തുകൾ തർക്കത്തിൽപ്പെട്ട് കിടക്കുന്ന ഒരു സ്ഥലവും കൂടാണ്. അപ്പൊ അങ്ങനെ തിരുച്ചെന്തൂർ വലിയ ശ്രദ്ധ ആകർഷിച്ച് നിൽക്കുന്ന സ്ഥലമാണ്. ഒരു മുരുകക്ഷേത്രം ഇത് പ്രമാണിച്ച് വലിയ ഇതാണല്ലോ, കടലോരത്തുള്ള ക്ഷേത്രം പ്രമാണിച്ച് അതിനെ ആദരിച്ച് വലിയ പ്രസിദ്ധിയുമുള്ള സ്ഥലമാണ്. അപ്പൊ അവിടുത്തെ MLA ആണ്. 7 തവണ അവിടുന്ന് MLA ആയ ആളാണ്. 7 തവണ MLA ആയിരുന്നു, 1 തവണ മന്ത്രിയുമായിരുന്നു അദ്ദേഹം ക്ഷീരവികസന വകുപ്പിന്റെ മന്ത്രിയുമൊക്കെ ആയിരുന്ന അനിത ആർ രാധാകൃഷ്ണനെ ഇപ്പൊ അറസ്റ്റ് ചെയ്തതായിട്ടാണ് ഏറ്റവും പുതിയ അപ്ഡേഷൻ വന്നുകൊണ്ടിരിക്കുന്നത്. അറസ്റ്റ് ചെയ്യാനുള്ള കാരണം എന്ന് പറയുന്നത് വിജയ്ക്കെതിരെ വ്യക്തിപരമായ പരാമർശം നടത്തി എന്നുള്ളതാണ്. തൂത്തുക്കുടിയിലോ അവിടെ നടന്നൊരു പൊതുയോഗത്തിലെ വിജയ് വ്യക്തിപരമായിട്ട്, എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന്റെ സിനിമാ പശ്ചാത്തലം കൂടെ ഒക്കെ വെച്ചിട്ട് ഇദ്ദേഹത്തിനെ അപകീർത്തികരമായ പരാമർശം പൊതുവേദിയിൽ വെച്ച് നടത്തി. അത് നടത്തിയ ആള് 7 തവണ MLAയും 1 തവണ മന്ത്രിയുമായ ആളാണ്. അതാണ് കോടതി അക്കാര്യത്തില് വളരെ കർശനമായി പോലീസ് കേസെടുത്തു. കോടതിയിലേക്ക് കേസ് വന്നു. അപ്പൊ അദ്ദേഹം മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ചു കോടതിയിൽ. അപ്പൊ കോടതിയെ തള്ളി. രാവിലെ 11 മണിക്ക് കോടതി കൂടിയപ്പോൾ അത് തള്ളിയതിനെ തുടർന്ന് കോടതിയുടെ വലിയ രൂക്ഷമായ പരാമർശം വന്നു. കോടതി ചോദിച്ചത്, തമിഴ്നാട് രാഷ്ട്രീയത്തിൽ എത്രയോ സിനിമാക്കാർ വന്നിട്ടുണ്ട് അല്ലെ, എത്രയോ ആളുകള് മുഖ്യമന്ത്രിമാരായിട്ടുണ്ട്, അവർക്കൊന്നുമില്ലാത്തൊരു കുറവ് നിങ്ങൾ എങ്ങനെ അത് കണ്ടെത്തിയതാണ് ചോദിച്ചത്. അങ്ങനെ ഒരു വ്യക്തിയെ അങ്ങനെ ആക്ഷേപിക്കരുത്, അത് ശരിയല്ല എന്ന് പറഞ്ഞിട്ടാണ് ജാമ്യം തള്ളിയത്. ഇപ്പൊ ചുരുക്കത്തില് അദ്ദേഹം അറസ്റ്റിലായിരിക്കുകയാണ്. അനിത രാധാകൃഷ്ണനെ അറസ്റ്റ് ചെയ്ത് ജയിലിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. അതാണ് തമിഴ്നാട്ടിൽ എന്തെല്ലാം എങ്ങനെയൊക്കെ സംഭവിക്കും എന്നുള്ളതിനെ കുറിച്ച് നമുക്കൊന്നും പറയാൻ വയ്യ. ഇനിയും നാളത്തെ എന്താണെന്ന് അറിഞ്ഞുകൂടാ. നാളത്തെ ചിലപ്പോൾ പോസിറ്റീവായിട്ടുള്ളത് കേൾക്കാം, അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ളത് കേൾക്കാം. സാർ, ഞാൻ ഇടയ്ക്ക് ഇടപെടുകയാണ് സാർ ഇടയ്ക്ക്. അതായത് ഈ വിജയ് 2 മത്സരിച്ചു, അവിടെ ഒരിടത്തു നിന്ന് രാജിവെച്ചു. അവിടെ ഇനി നടക്കാൻ പോകുന്ന ഇലക്ഷനിൽ സ്റ്റാലിനാണോ മത്സരിക്കുന്നത്? സ്റ്റാലിൻ ഏത് വിധേനയും സഭയിലേക്ക് എത്താൻ ഉള്ള ശ്രമം നടത്തുകയാണ് എന്ന് പറയുന്നുണ്ട്. അത് ശരിയാണോ?
ആ മണ്ഡലം ഒന്ന് പറയാം. തീർച്ചയായിട്ടും അയ്യപ്പദാസേ, കാരണം സ്റ്റാലിനെ പറഞ്ഞില്ലേ, സ്റ്റാലിന് ഇപ്പോൾ പോലും നമ്മൾ ഈ സംസാരിക്കുന്ന നിമിഷങ്ങളിൽ പോലും അദ്ദേഹത്തിന് ഒരു തോൽവി സമ്മതിച്ചു കൊടുക്കാനുള്ള ഒരു മനസ്സ് അദ്ദേഹത്തിന് ഉണ്ടായിട്ടില്ല. കാരണം ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു തോൽവിയാണ് അവിടെ സംഭവിച്ചത്. അദ്ദേഹത്തിന് ഏറ്റവും ചിരപരിചിതമായ മണ്ഡലമാണ് അല്ലേ? പെരമ്പൂർ മണ്ഡലത്തിൽ അദ്ദേഹം തോറ്റു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിസ്സാര കാര്യമല്ല. അത് വലിയ പിന്നെ വളരെ ക്ഷീണം ഉണ്ടാക്കി കളഞ്ഞു. വലിയ ക്ഷീണം ഉണ്ടാക്കിയ ഒരു മത്സരമാണ് ഷാലിനെ സംബന്ധിച്ചുള്ളത്. അപ്പൊ ഷാലിന്റെ തോൽവി അതൊരു നിസ്സാരക്കാരൻ, പെരമ്പൂർ മണ്ഡലമല്ല, പിന്നെ ബാബുവിനോടാണ്, പഴയ DMK കാരനായ ബാബുവിനോടാണ് അദ്ദേഹം തോറ്റത് അവിടെ. പക്ഷെ ചെപ്പോക്കില് മറ്റേ മകൻ ജയിക്കുകയും ചെയ്തവിടെ. അപ്പൊ അങ്ങനെ വന്നു കഴിയുമ്പോൾ സ്റ്റാലിനെ സംബന്ധിച്ചിടത്തോളം തോൽവി വലിയ ക്ഷീണം ചെയ്തതാണ്. DMKയുടെ ശക്തി കേന്ദ്രങ്ങളിലാണ്, അതിശക്തമായ കേന്ദ്രങ്ങളിലാണ് അദ്ദേഹത്തിന് പരാജയം അനുഭവിക്കേണ്ടി വന്നത്. അപ്പൊ അങ്ങനെ വന്നതുകൊണ്ട് ഇനിയും സ്റ്റാലിൻ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. കാരണം ADMK അവസാനിച്ചു. DMKയിൽ മാത്രമാണല്ലോ ദ്രാവിഡ പൊളിറ്റിക്സിന്റെ ഇനിയുള്ള പ്രതീക്ഷ. അപ്പൊ അതിന് മകനെ കാര്യത്തിൽ സ്റ്റാലിന് പോലും ഒരു ഉറപ്പില്ല. ഉദയനിധി സ്റ്റാലിൻ എത്ര കണ്ടിന്യൂ തമിഴ് രാഷ്ട്രീയത്തിൽ കയറി വരും എന്നുള്ള കാര്യത്തിൽ ഉറപ്പില്ല. കാരണം അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. കാരണം സീനിയർ നേതാക്കന്മാരാണ് മറ്റു ചുറ്റുവട്ടത്തെല്ലാം നിൽക്കുന്നത്. അപ്പൊ അതുകൊണ്ട് സ്റ്റാലിൻ തന്നെ രംഗത്തിറങ്ങേണ്ടി വരും. പാർട്ടിയെ പിടിച്ചു നിർത്തണമെങ്കിൽ സ്റ്റാലിൻ തന്നെ രംഗത്തിറങ്ങി വരുമെന്ന് സ്റ്റാലിൻ അറിയാം. അപ്പൊ അതുകൊണ്ടാണ് ഈ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ്, അവിടെ ബൈ ഇലക്ഷൻ ആണ് വരുന്നത്. അത് തിരുച്ചിറപ്പള്ളി ഈസ്റ്റിൽ വരാൻ പോകുന്ന ബൈ ഇലക്ഷൻ. അവിടെ ബൈ ഇലക്ഷന്റെ സാഹചര്യം എന്ന് പറഞ്ഞാൽ വിജയ് രണ്ടിടത്താണ് മത്സരിച്ചത്. പെരമ്പൂരിലും മത്സരിച്ചു, ട്രിച്ചിയിലും മത്സരിച്ചിരുന്നല്ലോ. അപ്പൊ അവിടെ രാജിവെച്ചു. തിരുച്ചിറപ്പള്ളി വിജയ് രാജിവെച്ചത് കൊണ്ടാണ് ബൈ ഇലക്ഷൻ വരുന്നത്. അപ്പൊ കിട്ടുന്ന ആദ്യത്തെ ചാൻസിൽ തന്നെ, ആദ്യത്തെ അവസരത്തിൽ തന്നെ മുതലെടുക്കാനാണ് സ്റ്റാലിൻ തയ്യാറാകുകയാണ്. പക്ഷേ വിജയിയെ സംബന്ധിച്ചിടത്തോളം ആ സീറ്റ് നിലനിർത്തണം. TVK സംബന്ധിച്ചിടത്തോളം അവർ ഭരിക്കുകയാണല്ലോ, തമിഴ്നാട് ഭരിക്കുന്നു. ഇത്രയേറെ ക്ഷേമ പദ്ധതി പ്രഖ്യാപിച്ചിട്ടും തമിഴ്നാട്ടിൽ എങ്ങനെയെങ്കിലും ജയിക്കണം. തിരുച്ചിറപ്പള്ളി അദ്ദേഹത്തിന് അഭിമാന മണ്ഡലമാണ്. വലിയ ഭൂരിപക്ഷമൊന്നും ഇല്ലായിരുന്നു വിജയിക്കെങ്കിലും മണ്ഡലം നിലനിർത്തേണ്ടി വരും. പക്ഷേ സ്റ്റാലിനാണ് സ്ഥാനാർത്ഥി എന്നറിഞ്ഞോടുകൂടി ഈ TVK മത്സരിപ്പിക്കാനായിട്ട് തീരുമാനിച്ചിരുന്ന പലരും പിന്മാറുന്നു എന്നാണ് ഇപ്പൊ കേൾക്കുന്നത്. സ്റ്റാലിനെ നേരിടാൻ അവർക്ക് തയ്യാറല്ല. അവർക്ക് അത്ര ഒരു ആത്മധൈര്യം കിട്ടുന്നില്ല. കാരണം അത് DMKയുടെ കോട്ടയായിരുന്നു കേട്ടോ. ദ്രാവിഡന്മാരുടെ ADMKക്കും DMKയുടെയും ശക്തമായ കോട്ടയായിരുന്നു അവിടെ. എനിക്ക് തോന്നുന്നത് വിജയ് ആയതുകൊണ്ട് മാത്രമാണ് അവിടെ ജയിച്ചു കയറിയത്. കാരണം വലിയ ബുദ്ധിമുട്ടാകുമായിരുന്നു. അപ്പൊ സ്റ്റാലിൻ അറിയാം ഈ കാര്യത്തെ കുറിച്ചൊക്കെ. സ്റ്റാലിന് നല്ല ബോധ്യമുള്ള ആളാണ്. കാരണം എല്ലാ മണ്ഡലങ്ങളെ കുറിച്ചും വിജയെക്കാട്ടിലൊക്കെ രാഷ്ട്രീയത്തില് വളരെ തിട്ടമുള്ള ആളാണല്ലോ സ്റ്റാലിൻ. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോ ആദ്യം തൃഷയുടെ പേരൊക്കെ വന്നിരുന്നു. സിനിമാ നടി തൃഷ മത്സരിക്കും, അങ്ങനെയൊക്കെ പല പല പേരുകൾ ചർച്ച ചെയ്തെങ്കിലും ആരും തയ്യാറാകുന്നില്ല. ഇപ്പൊ ചുരുക്കത്തില് തിരുച്ചിറപ്പള്ളി ഈസ്റ്റ് സ്റ്റാലിനാണ് മത്സരിക്കുന്നതെങ്കിൽ, DMKയുടെ സ്ഥാനാർത്ഥി സ്റ്റാലിനാണെങ്കിൽ TVKക്ക് ആര് മത്സരിക്കുമെന്നുള്ള കാര്യത്തിൽ പോലും ഉറപ്പില്ല. ആ ഒരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ വന്നു നിൽക്കുന്നത്. പിന്നെ ADMKക്ക് എനിക്ക് തോന്നുന്നില്ല. നമുക്ക് ഏതായാലും നമ്മുടെ സംസാരം അവസാനിപ്പിക്കുമ്പോൾ എനിക്ക് ഒറ്റ ചോദ്യമുള്ളൂ സാർ. ഈ TVK മന്ത്രിസഭയെ എത്ര നാൾ ഈ ദ്രാവിഡ പാർട്ടികൾ കൊണ്ടുപോകാനായി ശ്രമിക്കും? അല്ലെങ്കിൽ എത്ര നാൾക്കകം ഇത് തള്ളിയിടാൻ ശ്രമിക്കും? അഥവാ തള്ളിയിട്ടാലും ഇതിനേക്കാളും ശക്തിയോടെ വരാനുള്ള കഴിവ് വിജയുടെ പാർട്ടിക്ക് ഇപ്പോൾ ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ ഒരു തള്ളിയിടൽ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ടോ? അതുകൂടെ പറഞ്ഞുകൊണ്ട് നമുക്ക് ആദ്യത്തെ അവസരത്തിൽ തന്നെ തള്ളിയിടും അയ്യപ്പദാസേ. കാരണം ഇതൊരു പാർട്ടി അല്ലല്ലോ. ഇതൊരു പാർട്ടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ വലിയൊരു അവരുടെ ഒരു പ്രത്യയശാസ്ത്രത്തിന്റെ പേര് രൂപപ്പെട്ടിരിക്കുന്ന പാർട്ടി ഒന്നുമില്ല. ഇതൊരു ഫാൻസ് ക്ലബ്ബാണ്. ഫാൻസ് ക്ലബിനെ സംബന്ധിച്ച് വലിയ അടിത്തറയൊന്നുമില്ല. ഇതിനകത്ത് വന്നിട്ടുള്ളവരാരും വലിയ രാഷ്ട്രീയ പാരമ്പര്യവും ഉള്ളവരല്ല. അപ്പൊ അതുകൊണ്ട് തള്ളിയിടാൻ സ്റ്റാലിൻ ശ്രമിക്കുക. ആദ്യത്തെ തള്ളിന് തന്നെ വിജയിയെ വീഴ്ത്താനായിട്ട് അവർ ശ്രമിക്കും. പക്ഷെ വിജയ്ക്ക് അതറിയാം. വിജയ്ക്കറിയാം സ്റ്റാലിൻ അടങ്ങിയിരിക്കത്തില്ലെന്നുള്ളത് വിജയ്ക്ക് അറിയാം. അതുകൊണ്ടാണ് വിജയ് ഈ ക്ഷേമ പദ്ധതികൾ അദ്ദേഹം തമിഴ്നാട്ടിൽ വളരെ പെട്ടെന്ന്, ഇപ്പൊ കുറച്ച് കാലമല്ലേ ആയുള്ളൂ, മാസങ്ങളല്ലേ ആയുള്ളൂ ഭരണത്തിൽ കയറിയിട്ട്, എന്തെല്ലാം ക്ഷേമ പദ്ധതികളാണ് പ്രഖ്യാപിച്ചത്. ഇന്നിപ്പോ ഈ കരൂരിൽ 41 പേർക്ക്, അതായത് എന്നെ കാണാൻ വന്ന എന്റെ ആരാധന മൂത്ത് എന്നെ കാണാൻ വന്ന ആളുകൾ, അവർക്ക് ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ആ കുടുംബങ്ങളെ 41 കുടുംബങ്ങളെ ഏറ്റെടുക്കുകയാണ് അദ്ദേഹം. ഒരു വലിയ തീരുമാനം ഉണ്ടായിരിക്കുന്നത്. അപ്പൊ അത്തരം പോപ്പുലർ പദ്ധതികളിലൂടെ, ഇപ്പൊ ഞാൻ മുമ്പേ പറഞ്ഞ സ്കൂൾ കുട്ടികളുടെ കാര്യത്തില്, ഉച്ചഭക്ഷണത്തിന്റെ കാര്യത്തിലൊക്കെ വ്യത്യാസം വരുത്തിക്കൊണ്ട്, അഥവാ സ്റ്റാലിൻ എന്തെങ്കിലും ശ്രമിച്ചാൽ, DMK ശ്രമിച്ചാൽ, പ്രതിപക്ഷ കക്ഷികൾ ശ്രമിച്ചു കഴിഞ്ഞാൽ, അതിനെ എന്തെങ്കിലും സംഭവിച്ചാല് ഇനിയും നേരിടാൻ, ഇനിയും തമിഴ്നാട് രാഷ്ട്രീയത്തിലെ ഒരു നെടുന്തൂണായിട്ട് വളർന്നു വരുന്നതിനുള്ള തീരുമാനങ്ങളാണ് വിജയ് ഓരോ ദിവസം നടപ്പാക്കുന്നതാണെന്ന് എനിക്ക് തോന്നുന്നു. ഏതായാലും സാർ അതിനനുസരിച്ചുള്ള കാര്യങ്ങളാണ് ഇപ്പൊ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്.
അതെ, തൽക്കാലം നമുക്ക് നിർത്താം. എന്തായാലും സാറ് തുടക്കത്തിൽ പറഞ്ഞ പോലെ തമിഴ്നാട് രാഷ്ട്രീയമാണ് ഇന്ന് സംഭവിക്കുന്നതല്ല നാളെ സംഭവിക്കുന്നത്. ഈ സിനിമയിലെ ട്വിസ്റ്റോട് ട്വിസ്റ്റ് എന്നൊക്കെ പറയുന്ന പോലെ നമുക്ക് നോക്കാം എന്താകും അടുത്ത നീക്കങ്ങളെന്ന്. നമുക്ക് അപ്പോഴത്തേക്കും നമ്മുടെ പ്രേക്ഷകരുമായി ആ വിഷയങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം. താങ്ക് യു സാർ.